തിരുവനന്തപുരം തിരുമലയിൽ 3.5 വയസ്സുകാരന് ക്രൂരപീഡനം. സ്ഥലത്തെ വ്യാപാരി കൂടിയായ മാരിക്കനിയാണ് പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ച് ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചത്. പുള്ളിയെ തിരിച്ച് രാവിലെ കണ്ടിട്ട് എൻ്റെ അമ്മയുടെ പറഞ്ഞ് മാമൻ്റെ ഇനി ഞാൻ പോകില്ല അങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്താണ് ഞാൻ ചോദിക്കുമ്പോൾ മാമൻ തന്നെ ഇത് ചെയ്തത് വലിപ്പിച്ച് ഇളുത്തതാണ് തള്ളിയതാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ വിശ്വസിച്ചിട്ടില്ല. പിന്നെ ആ പുള്ളിയെ ചോദിച്ചിട്ട് വീട്ടിൽ വന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യയുടെ എന്താ കാര്യം മാപ്പ് മാനിച്ചു. അവിടെ ആൾക്കാർ കൂടുതലാണ്, കട വെച്ചിട്ട് എല്ലാവരും അവരോട് ബന്ധുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേടിയാണ് പറഞ്ഞാൽ അത്രയും പേടിയാണ്. അപ്പോൾ ഞാൻ പുറത്ത് പറയാതെ വേണ്ടാണ് ഞാൻ ആലോചിച്ചത്. അവർ വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് ഞാൻ ചോദിച്ചു കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ സ്റ്റേഷനിൽ പോയി ചോദിച്ചാലേ അറിയാതെ നമ്മളെ പറഞ്ഞത് ഞാൻ എൻ്റെ മക്കൾക്ക് നടന്ന സംഭവം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. വീട്ടിൽ പറഞ്ഞ് ഇത് സാധാരണ കുട്ടിപ്പം കുഴപ്പമില്ലല്ലോ, കുഴപ്പമുണ്ടെങ്കിൽ ഡോക്ടർ പറയില്ല അങ്ങനെ പറയാം. അപ്പോൾ ഞാൻ കൂടുതൽ വിവരങ്ങളുമായി വിജിൻ വായന്തോടുണ്ട്. വിജിൻ, തിരുമലയിൽ 3.5 വയസ്സുകാരന് ക്രൂരപീഡനം ഉണ്ടായിരിക്കുന്നു. സ്ഥലത്തെ വ്യാപാരിയാണ് പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? വിനു, ഏപ്രിൽ 14-ാം തീയതിയാണ് ഈ സംഭവം നടന്നത്. കഴിഞ്ഞ ഒരു വർഷമായി ഈ മാരിക്കൻ ഈ കുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പുറത്തുനിന്ന് വരുന്ന വിവരം. എന്തായാലും ഏപ്രിൽ 14-ന് ക്രൂരമായ പീഡനം തന്നെയാണ് കുട്ടിക്ക് ഏറ്റത് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ മാരിക്കനി എന്ന് പറയുന്നയാൾ ഈ രാജ്നാരായൺ എന്ന് പറയുന്ന തിരുനെൽവേലി സ്വദേശിയായിട്ടുള്ള ആളുടെ ഒരു ചെറിയ കട നടത്തുന്ന ആളാണ് ഇയാളുമായി കുടുംബപരമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ആളാണ്. ഈ ബന്ധം ഉപയോഗിച്ചാണ് കുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഈ മാരിക്കനിയും കുടുംബവും തിരുമലയിലെ ബേക്കറി വ്യാപാരമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവിടെ കുറേ ഷോപ്പുകൾ അവർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആളുകളാണ് ആ പരിസരത്ത് കൂടുതലായി ഉള്ളത്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇവരെ ഭീഷണിപ്പെടുത്തി എന്നുള്ള ആരോപണം ഒക്കെ ഉയർന്നിരുന്നു. എന്തായാലും സംഭവം നടന്ന ഈ കുട്ടിയെ തിരിച്ചെത്തിച്ച ശേഷം കുട്ടി അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് കണ്ട ശേഷമാണ് ഇവർ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. തിരിച്ച് അവർ നാട്ടിലേക്ക് പോയി. തിരികെ എത്തിയതിന് ശേഷമാണ് ഈ നഴ്സറിയിൽ പോകുമ്പോൾ കുട്ടി ഇത്തരത്തിൽ ആയയോട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ആയാണ് തുടർന്ന് പോലീസിൽ അറിയിക്കുകയും ഇയാളെ കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. എന്തായാലും ഈ വിഷയത്തിൽ ഈ സംഭവം പുറത്തറിയാതിരിക്കാനുള്ള ബോധപൂർവമായ ഇടപെടൽ ഉണ്ടായി എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം തിരുവനന്തപുരം നഗരത്തിന് തൊട്ടടുത്തുള്ള പ്രദേശമാണ് തിരുമല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥലം കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം അറിഞ്ഞിട്ടും പോലീസ് ഇയാളെ റിമാൻഡ് ചെയ്തിട്ടും ഇക്കാര്യമൊന്നും പുറത്തറിഞ്ഞില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിൽ എന്ത് ചെറിയ വിഷയങ്ങൾ ഉൾപ്പെടെ വലിയ വിവാദമായി മാറുന്ന ഈ തലസ്ഥാന ജില്ലയിൽ തന്നെ പക്ഷേ ഇത്തരത്തിലുള്ളൊരു വാർത്തയുണ്ടായിട്ടും അത് പുറത്തു വന്നില്ല എന്നുള്ളതും ഗൗരവകരമായി കാണേണ്ട ഒരു വിഷയമാണ്. എന്തായാലും കുട്ടി കഴിഞ്ഞ ഒരു വർഷമായി ക്രൂരമായ പീഡനം ഏറ്റിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അച്ഛനും കുടുംബവും ഒക്കെ വ്യക്തമാക്കുന്നത്. കുട്ടി തന്നെയാണ് ഇക്കാര്യം ആയയോട് പറയുകയും ചെയ്തത്. എന്തായാലും ഇയാളെ നിലവിൽ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിരന്തര പീഡനം കുട്ടി സഹിക്കേണ്ടിയും വന്നിട്ടുണ്ട്. ശരി, തിരുവനന്തപുരം തിരുമലയിൽ 3.5 വയസ്സുകാരന് ക്രൂരപീഡനം. സ്ഥലത്തെ വ്യാപാരി ആണ് പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളാണ് വിജിൻ വായന്തോട് നൽകിയത്.